ഇതെന്താ കുട്ടി ഇങ്ങനെ കറുത്തിരിക്കുന്നത്? എൻ്റെ മോള് കണ്ടില്ലേ എന്തൊരു നിറ, എന്തൊരു സങ്കടമാണെന്ന് ആലോചിച്ച് നോക്കൂ. സത്യം. മാറ്റി എവിടുന്ന കുട്ടീനെ ടീച്ചറെ അടുത്തുനിന്ന്. അതാ ഒരു എന്ത് പറയതിനൊക്കെ. വെളുത്ത് ചുമന്ന് കുറേ ആൾക്കാരെ കാണാം, അതേ ഫാമിലിയിൽ തന്നെ വളരെ ഡാർക്കായിട്ടുള്ള ആൾക്കാരെയും കാണാം. അല്ല പിന്നെ എന്നെ കൊണ്ട് എന്താ ഉപകാരം വേറൊരാൾക്ക്? ഐ ഡു എവ്രിതിങ് ഇൻ ദ നെയിം ഓഫ് മൈ ഡോട്ടർ. എപ്പോഴും. ഇപ്പൊ മോനിഷ ചേച്ചിയുടെ സിനിമ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അമ്മയുടെ സിനിമ കരിയറും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? ഏകദേശം സൈമൾട്ടേനിയസ് തന്നെ പറയാം. അപ്പൊ അവൾ എന്നെ ഒന്നിങ്ങനെ നോക്കി, അങ്ങനെ ഞാൻ എന്തിനായിരിക്കണത്, അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ഡാൻസ് ചെയ്ത് ഭരതനാട്യം ഞാൻ ചെയ്യണത് അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് മാത്രമേ അമ്മ ഭരതനാട്യം ചെയ്യാൻ മോഹിനിയാട്ടന്മാരുണ്ട്. ഇങ്ങനെ ഒരു മകള് നമുക്ക് വയസ്സുകാലത്ത് ഉണ്ടായാൽ എത്ര നന്നായിരുന്നു എന്ന് ചോദിച്ചു പലരും. അതെനിക്ക് വലിയൊരു അവാർഡായി. നല്ലൊരു മകള്. അപ്പോൾ വേണുവും ഇന്നസെൻറ്റും എന്നപ്പോൾ പറഞ്ഞു, അല്ല നമുക്ക് ചേച്ചീൻ്റെ അന്ന് അമ്മയിൽ ചേർത്തണ്ടേ? അപ്പം ഞാൻ ചോദിച്ചു, എന്താ ചേർന്നോളൂ ചേച്ചി, ഇപ്പം തന്നെ ഞാൻ നല്ല ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും കാണുകയും ചെയ്യാം. വിനു മോഹൻ മിഞ്ഞാന്ന് വിളിച്ചത് എൻ്റെ അമ്മയല്ലേ, ഓർമ്മയുണ്ടോ മകനെ? ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ മക്കളെ മറക്കാം. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇപ്പോൾ പറയുമ്പോൾ 30-32 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് കുറേ സമയം എടുത്തിട്ടായിരിക്കും ഹീൽ ചെയ്ത് അതിൽ നിന്ന് പുറത്ത് വന്ന് ഇന്നിപ്പോൾ ഇരിക്കുന്ന ഈ അതിൽ നിന്ന് പുറത്ത് വന്നിട്ടൊന്നുമില്ല. അല്ല, ഞാൻ പറയുന്ന ആ ഒരു അല്ല, പുറത്ത് വന്നിട്ടില്ല. അത് സത്യമാണ്, സത്യം അത് തന്നെയാണ്. പക്ഷേ ലോകം അതല്ല ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ ലോകത്തിൽ, ഈ സമൂഹത്തിൽ വേണം നമുക്ക് ജീവിക്കാൻ. അപ്പോൾ കുറേയൊക്കെ ഞാൻ പറയട്ടെ, നമ്മളൊരു എപ്പോഴും നമ്മൾ തമിഴിൽ പറയില്ലേ അഴിപൂഞ്ചി എന്ന് പറയില്ലേ, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖം ആർക്ക് വേണം? നമ്മൾ എഴുതിയിട്ടില്ലേ? അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ പറഞ്ഞത് ദുഃഖങ്ങൾക്ക് ഇന്നും ഞാൻ അവധി കൊടുത്തു സ്വർഗത്തിൽ. അതാണ് എൻ്റെ എല്ലാ ദിവസവും ലൈഫ് മോട്ടോ. എല്ലാ ദിവസവും ദുഃഖങ്ങൾ. അത് ആ രണ്ട് നമ്മളെ പാട്ടല്ലേ? അല്ല ശരിക്കും. അതെ. അല്ല പിന്നെ എന്നെ കൊണ്ട് എന്താ ഉപകാരം വേറൊരാൾക്ക്? ഐ ഡു എവ്രിതിങ് ഇൻ ദ നെയിം ഓഫ് മൈ ഡോട്ടർ. എപ്പോഴും. അത് എല്ലാ ദിവസവും ഈ കുട്ടീനെ പറ്റി ആരെങ്കിലും എന്നോട് വന്ന് പറയും. എല്ലാ ദിവസവും ഇത്ര വർഷമായിട്ട് ഓരോരോ ദിവസം ആരെങ്കിലും കം ആൻഡ് ടോക്ക് അബൌട്ട് മുനീഷയെ പറ്റി. ഒന്ന് ചിലപ്പോൾ അനുഭവം, ചിലപ്പോൾ കണ്ടതായിരിക്കും പണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ട് പറയും. അപ്പോൾ എല്ലാ ദിവസവും എനിക്കൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ ആ വിശ്വാസം എനിക്ക് ഉണ്ടാവണം. ആ വിശ്വാസം മാത്രമാണ് എൻ്റെ ധൈര്യം. ഇപ്പം MG ശ്രീകുമാർ സർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ മോനിഷ ചേച്ചിയുടെ ഒരു കാര്യം സൈറ്റ് ചെയ്തിട്ടാണ്. അമ്മ ഇപ്പോഴും ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ജ്യോതിഷത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ശരിക്കുള്ളത് അതായത് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ആ കണക്ക് കറക്റ്റാവണ്ടേ. പണ്ടത്തെ എൻ്റെ മകൻ്റെയൊക്കെ ജാതകം സ്ഫുടം ചെയ്തിട്ടുള്ള ജാതകം, കണ്ണ് കാണാത്ത ഒരു അസ്ട്രോളജറാണ് അത് എഴുതിയിരിക്കുന്നത്. അത് വരച്ചതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. അതൊരു അക്കാഡമിക്ക് പറ്റിയിട്ട് പഠിക്കാം, അങ്ങനത്തെ ഒരു പുസ്തകം അത്. അതാണ് അതിൽ കണക്കിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും പറയണല്ലോ എനിക്ക് വിശ്വാസം. അല്ല, ഞാനിത് ചോദിക്കാൻ കാരണം മോനിഷ ചേച്ചിയുടെ ലൈഫിനെ പറ്റിയിട്ട് എഴുതിയിരുന്നത് ദീർഘായുസോടുകൂടി കുട്ടികളൊക്കെ ആയി സന്തുഷ്ടയായി ജീവിക്കുന്നുള്ളൊരു സംഭവം പറഞ്ഞതായി അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയണം ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ട്. എനിക്കത് ഓർമ്മയില്ല, അങ്ങനെ ഞാൻ പറഞ്ഞ ഓർമ്മയില്ല. പക്ഷെ മനീഷയുടെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ടെന്ന് വെച്ചാൽ, ഞങ്ങൾ ആ സമയത്ത് അമ്മ പിന്നെ മോളുടെ ജാതകം കൊടുത്തയച്ചു. ഞങ്ങളുടെയൊക്കെ ജാതകം നോക്കിയ ആളുടെ അടുത്ത് കൊടുത്തിട്ട് ചോദിച്ചു, അന്ന് അവളുടെ ഒന്ന് നോക്കിക്കോ. അപ്പോൾ എൻ്റെ എഴുത്തറ മകനും എഴുത്തിക്കൂടി പോയി, രാഘവ പണിക്കര് പറഞ്ഞു, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിനൊക്കെ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അടുത്ത ചിങ്ങമാസം കഴിഞ്ഞിട്ടേ ഈ കുട്ടിക്ക് കല്യാണമൊക്കെ ആലോചിക്കാവൂ കേട്ടോ എന്ന് മാത്രം പറഞ്ഞു. എന്താ പറഞ്ഞു. അപ്പോൾ ഞാൻ
അത് അടുത്തത് കഴിഞ്ഞിട്ട് എന്നൊക്കെ അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ പറഞ്ഞാൽ അതിപ്പോൾ എന്തിപ്പോൾ തിരക്കൊന്നുമില്ല 21 വയസ്സ് അപ്പം എൻ്റെ അമ്മയ്ക്കൊക്കെ അവളെ കല്യാണം കഴിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും. ഞങ്ങളുടെ വീട്ടിൽ ആദ്യത്തെ പെൺകുട്ടിയാണ്, അത് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം. പിന്നെ അതിനെ പറ്റിയിട്ട് എന്നോട് കുറേ കളിയാക്കും അവൾ എന്നെ കളിയാക്കും. എൻ്റെ കല്യാണത്തിന് അമ്മ എന്താ ചെയ്യാൻ കണ്ടിരിക്കുന്നത് അങ്ങനെ എങ്ങനെയാ. പിന്നെ പ്രേമം ഞാൻ നിനക്ക് നീ എന്ത് ഇങ്ങനെ നിനക്ക് പ്രേമൊന്നും ഇല്ലല്ലോ ഞാൻ ചോദിക്കും കളി ഞങ്ങൾ അത്ര ഫ്രണ്ട്സായിരുന്നു. അത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പ്രേമം അങ്ങനെ വിശ്വസിച്ചാണോ. അതൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം റിയൽ സ്നേഹം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം. കാരണം ദർ ഈസ് ലൈഫ്. അതൊക്കെ മെച്യൂരിറ്റി ഉള്ള കുട്ടി പറയാം അവൾ ആ പ്രായത്തിലൊക്കെ. അപ്പം ഞാൻ എൻ്റെ മാതിരി തന്നെ ഞാൻ വളരെ റൊമാൻറ്റിക് ആയിരുന്നു. ഞാൻ പറയും ആയിരിക്കും ആണ് അമ്മ അതാണ്, പക്ഷെ ഞാനങ്ങനല്ല. സിനിമാ മേഖലയിലുള്ള ഒരാള് കല്യാണം കഴിക്കണം എന്നുള്ളൊരു അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം വന്നു പറയണ്ടേ, കല്യാണം കഴിക്കേണ്ട കാര്യം പറയില്ലല്ലോ. കമന്റ് അടിക്കും എല്ലാവരെയും അത്ര തന്നെ, സകലരെയും കമന്റ് അടിക്കും. അല്ല അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു എനിക്ക് സിനിമാ മേഖലയിലുള്ള അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി എന്ത് പറയുമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് കൊടുക്കുവാണെങ്കിൽ എന്നോട് ഇങ്ങനെ പറയാം ഇറ്റ്സ് ഓൾ അതെന്റെ അച്ഛൻ്റെ അമ്മയുടെ ചുമതലയാണ്. എൻ്റെ കല്യാണം എന്നോടൊന്നും പറയരുത്. എൻ്റെ കല്യാണം നല്ല അച്ഛൻ്റെ അമ്മയുടെ ചുമതല. യുവർ റെസ്പോൺസിബിലിറ്റി. ഡോണ്ട് റൺ അവേ ഫ്രം റൺ അവേ ഫ്രം ദ യു ഫൈൻഡ്. അത്രയൊക്കെ ഉണ്ടല്ലോ അയാളൊക്കെ. ഇപ്പൊ മോനിഷ ചേച്ചിയുടെ സിനിമ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അമ്മയുടെ സിനിമ കരിയറും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? ഏകദേശം സൈമൾട്ടേനിയസ് തന്നെ പറയാം. അതെ നക്ഷത്രങ്ങളിൽ ആദ്യത്തെ ഫ്രെയിമിൽ ഹരിഹരൻ എന്നെ പിടിച്ചു വെച്ച് ഇരുത്തിയത് ആ മഞ്ഞൾ പ്രസാദത്തിന്റെ പാട്ടില് ഒരു സൈഡിൽ ശ്രീദേവിയും കൂടി അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമായി. പക്ഷെ ഉള്ളിൽ എനിക്ക് സന്തോഷമായി. അപ്പം അവൾ എന്നെ ഒന്നിങ്ങനെ നോക്കി അങ്ങനെ ഞാൻ എന്തിനായിരിക്കണത് അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ഡാൻസ് ഭരതനാട്യം ഞാൻ ചെയ്യണത് അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് മാത്രമേ അമ്മ ഭരതനാട്യം ചെയ്യാൻ മോഹിനിയാട്ടന്മാരുണ്ട് ഇഷ്ടമല്ല, അവൾക്ക് ഭരതനാട്യം ചെയ്യണം. അപ്പം ഞാൻ കൂടെ ചെയ്താൽ ആരെയും കമ്പാരിസൺ വരും, അത് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അതൊന്നും വേണ്ട. എന്നാ വേണ്ട. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയത് ഇടം കണ്ടിട്ട് എന്നോട് ചിരി. ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഇപ്പം ഇങ്ങനെ പാൻ ചെയ്യുമ്പോൾ ഞാനും എന്നെ കാണാമല്ലോ അതിൽ. അത് അങ്ങനെയാണ് ആദ്യം ഞാൻ സിനിമ ഇതിൻ്റെ മുമ്പിൽ ക്യാമറയുടെ മുമ്പിൽ എൻ്റെ മുഖം ഞാൻ കാണുന്നത് ആദ്യം. പിന്നെ വേൾഡ് പോണ സമയത്തൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ബാലേന്ദ്രമേൻ്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, അതിൽ ജയറാം പാർവതി അതിൻ്റെ അവരുടെ സിസ്റ്ററായിട്ട് അന്ന് കുറച്ച് നേരം ആളില്ല ഒന്ന് അയക്കുക. അപ്പം അമ്മ ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ ഡോണ്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞിരുന്നാണ്. അപ്പോൾ കയ്യൂർപ്പന്നമ്മയ്ക്കല്ല പറഞ്ഞു ശ്രീദേവ് ഒരു സീനിന് വേണ്ടിയിട്ടാണ് ആളെ ഒന്നുമില്ല ശരി പറ്റുമെങ്കിൽ ചെയ്യൂ. അപ്പം എൻ്റെ അടുത്ത് പറയാം അമ്മ കംഫർട്ടബിളെ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു നിർബന്ധമില്ല ചെയ്യാൻ, ആരെങ്കിലും കിട്ടും അങ്ങനെ പറയാൻ എൻ്റെ അടുത്ത്. എത്ര എത്ര നിശ്ചയമുണ്ടല്ലോ. അപ്പം ഞാൻ അങ്ങനെ അതിൽ കുറച്ച് ചെയ്തു. പക്ഷേ പിന്നെ ഹൃദുഭേദത്തിൽ ഉണ്ണേട്ടൻ്റെ കൂടെ അപ്പോൾ അതിലെ MT വാസേട്ടൻ പറഞ്ഞു എനിക്ക് ഒറിജിനൽ പിന്നെ ഫാമിലി വേണം, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്. അതെനിക്ക് കുട്ടനും ബേബി എന്ന് തന്നെ വിളിക്കാം, അത് കുട്ടനും ബേബി മതി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മോളെ കൂടെ ഹൃദുഭേദത്തിലുണ്ടായിരുന്നു. പിന്നെ കടവിൽ അങ്ങനെ അതും വാസേട്ടൻ്റെ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഉണ്ണേട്ടനും അച്ഛനും മകളുമായിട്ട് തന്നെ അഭിനയിച്ചു. തോണി പോണതൊക്കെ അച്ഛനും മകളും കൂടി തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ കുറേ നല്ല പിന്നെ ഞാൻ അതിൽ കടവിൽ ഞാൻ അഭിനയിച്ചത് മുരളി മരിച്ചുപോയില്ലേ നടൻ മുരളിയുടെ ഭാര്യയായിട്ട്, ബാലങ്കേതര മകളായിട്ട്. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഫാമിലി എല്ലാവരും ഫാമിലി മാതിരിയാണ് ഞങ്ങളുടെ ഈ സിനിമകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ അങ്ങനെ വന്നിട്ടാണ് ഞാൻ ഒരിക്കൽ മോളൊക്കെ പോയി കഴിഞ്ഞ് ഞാനൊരു ഭാഗത്ത് ഇരിക്കില്ല. അപ്പം ആ സമയത്ത് വാസേട്ടൻ ഉണ്ണേട്ടനെ വിളിച്ചു പറഞ്ഞു ബേബി ഇങ്ങനെ അധികം ഇങ്ങനെ ഇരുത്തിക്കണ്ട, ഒരു കാര്യം ചെയ്യൂ, എൻ്റെ സിനിമയിലേക്ക് ഒരു ചെറു പുഞ്ചിരിയിൽ വന്ന് അഭിനയിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ ഒരു ചെറു പുഞ്ചിരിയിലേക്ക് ഉണ്ണേട്ടൻ പറഞ്ഞു അങ്ങനെ മോളെ വാസേട്ടൻ വിളിച്ചിട്ടുണ്ട്. വാസേട്ടനാ ഡയറക്റ്റ് ചെയ്യണത്. ഒരു ചെറു പുഞ്ചിരി അതിലേക്ക് എവിടെ ചെല്ലാൻ പൊക്കോളൂ, പോയി ചെയ്യൂ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല പാസ്വേഡിനല്ലേ വിളിക്കണം, അപ്പോൾ നല്ല ഇതായിട്ട് ചെയ്യേണ്ടതല്ല പൊക്കോളൂ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പോയി. അങ്ങനെ ഒരു ചെറു പുഞ്ചിരിയാണ് ഞാൻ ശരിക്ക് സീരിയസ് ആയിട്ട് അഭിനയിച്ചത്. മോളില്ലാതെ മോള് മറ്റതൊക്കെ മോളെ കൂടെ അല്ലേ, കളവായാലും എന്തായാലും ഞാൻ മോളെ കൂടെ അല്ലേ. അപ്പോൾ ഒരു ചെറു പുഞ്ചിരിയെന്ന് തന്നെ എൻ്റെ ഓർമ്മ. അതിലൊരു നല്ല ക്യാരക്ടറായിരുന്നു. അതിൽ എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ചത് തമ്പി കണ്ണന്താനാണ്. എന്നെക്കാളും എത്രയോ പ്രായം ചെറിയ ആളല്ലോ. അതാ അഭിനയിച്ചത്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ മകളായിട്ട്
അത് നല്ലൊരു പടമായിരുന്നു. അതിലെനിക്ക് നല്ല കമൻസ് കിട്ടി അതൊക്കെ ചെയ്തതിന് ശേഷം. മറ്റേ വേറെ ഡയറക്ടേഴ്സൊക്കെ പറഞ്ഞു, അതൊരു രാധ എന്നാണ് അതിൻ്റെ പേര്, അതേ മറക്കാത്ത. ഇങ്ങനെ ഒരു മകള് നമുക്ക് വയസ്സുകാലത്ത് ഉണ്ടായാൽ എത്ര നന്നായിരുന്നു എന്ന് ചോദിച്ചു പലരും. അതെനിക്ക് വലിയൊരു അവാർഡായി. നല്ലൊരു മകള്, അങ്ങനത്തെ ഒരു മകള് എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ വയസ്സുകാലത്ത് എന്ന് ചോദിക്കുന്നത് വലിയ കാര്യമല്ലേ. അവ ശരി കൊള്ളാലോ. അങ്ങനെ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതിൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ അഭിനയിക്കാൻ. പണ്ട് ഞാൻ അഭിനയിക്കാതെ പോയത്, ഞാൻ വീണ്ടെടുത്തത്. പിന്നെ നീലത്താമര വന്നു. നീലത്താമര ത്രൂ ആൻഡ് ത്രൂ അതെനിക്ക് ഭയങ്കര എന്താ പറയുക, വലിയൊരു അനുഗ്രഹമായിരുന്നു. അത് ലാൽ ജോസ് തന്നെയാണ് അത് എന്നെ സെലക്ട് ചെയ്തത് കേട്ടോ. ചില 2 സ്റ്റേജിൽ മേക്കപ്പ് ചെയ്യണം, ഒന്നര 50 വയസ്സും ഒന്നര 80 വയസ്സും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ലാൽ ജോസാണ് ഇവരോട് മീറ്റിങ്ങിലൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രീദേവുണ്ണിയെ വിളിക്കാം. അതെനിക്ക് ഞാൻ ലാലിനോട് പറഞ്ഞില്ല, ലാലോ എനിക്ക് ലാൽ എന്ന് പറഞ്ഞാൽ ലാൽ ജോസിനെ എപ്പോഴും കാണണമെന്നൊന്നുമില്ല, എനിക്ക് സ്വന്തം മകൻ്റെ മാതിരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് വെച്ചാൽ ആ ഒരു വല്ലാത്തൊരു എഫെക്ഷനായി, അന്ന് വെച്ചാൽ അതൊരു എന്താ പറയുക. എനിക്ക് നീലത്താമര എന്ന് പറഞ്ഞത് എപ്പോഴും അത് എനിക്കിപ്പോൾ എടുത്ത് കാണാൻ തോന്നും. കാരണം അതിൽ ഞാൻ എൻ്റെ അമ്മ, മുത്തശ്ശി, ആ പാരമ്പര്യം മുഴുവൻ അതുണ്ട്. പിന്നെ അവരുടെ ഭാഷ, വർത്താനം പറയുമ്പോഴേലും പിന്നെ ഉണ്ണേട്ടൻ്റെ വീട്ടിലും പഴങ്കുളത്തല്ലേ വള്ളുവനാടൻ ഭാഷയല്ലേ. അപ്പം അവിടെ ചെല്ലുമ്പോൾ അവിടെ കൂടുതൽ സംസാരം. വീട്ടിലെ കോഴിക്കോടാന്ന് എങ്ങനെ വിചാരിക്കാം, പക്ഷെ എനിക്കെല്ലാം അധികം ഈ ഭാഗം. അപ്പം അങ്ങനെ പകുതിയിലേ അപ്പോൾ അങ്ങോട്ട് പറയില്ല, ഞങ്ങൾ അങ്ങോട്ട് എന്നല്ലേ പറയാം, അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനത്തെ ഒക്കെ അല്ലേ. അപ്പൊ ആ ഒരു ഇതിൽ ആദ്യം എനിക്ക് പേടിയേ. ഞാൻ ഓടിച്ചു വന്നു വാസണ്ണ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പുസ്തകം അല്ല ഇത് പിന്നെ നീലത്താമരയിൽ പിന്നെ വിളിച്ചിട്ടുണ്ടല്ലോ കോഴിക്കോട്ടെ പാച്ചയുടെ പുസ്തകം എടുത്ത് കൈ തന്നിടണം, ഇത് വായിച്ചോളൂ പറഞ്ഞു. ഇത് വായിച്ചിട്ട് വന്നോളാൻ പറഞ്ഞു. ആ പുസ്തകത്ത് കൈ തന്നിട്ട് അല്ല സ്ക്രിപ്റ്റ് ഇതന്നെയാണ് അതിൽ കാണുക. പുസ്തകം എടുത്ത് വായിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ പുസ്തകം കൊണ്ട് പോയി. ഉണ്ണേട്ടൻ ഇരുന്ന് ചിരിക്കുകയായിരുന്നു. അപ്പൊ സ്കൂൾ കുട്ടി ഉണ്ട് ഇവിടെ പഠിക്കാൻ. അപ്പൊ അതൊക്കെ വായിച്ചു നോക്കുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ മുഴുവൻ വായിക്കില്ല, കാരണം ഞാൻ എൻ്റെ സ്വന്തം മക ഓരോ നോഷനൊക്കെ ഉണ്ടാവും. എനിക്ക് നല്ലതിങ്ങനെ സർപ്രൈസ് ആയിട്ട് കിട്ടുന്ന സ്ക്രിപ്റ്റാണ്. മറ്റേത് ഞാൻ ഓരോന്ന് ഒരുക്കും. ഞാൻ ഒരുങ്ങും. അപ്പൊ എനിക്കെന്തോ അതിന് അങ്ങനെ പേടിയാ. ഒരു അർത്ഥം ഔട്ട്ലൈൻ എനിക്കിഷ്ടം, പക്ഷെ ഡീപ്പായിട്ട് പോയിട്ട് അവിടെ ചേഞ്ചസ് ഇഷ്ടമല്ല. അതറിയില്ല. അതെനിക്ക് തോന്നുന്നത് ഫ്രഷായിട്ട് കിട്ടുമ്പോൾ പിന്നെ അവിടെ നിന്ന് പഠിക്കാമല്ലോ. അങ്ങനെ അത് ഡബ്ബിങ്ങും ചെയ്തു. അതിലൊക്കെ ലാൽ ജോസിനും ഭയങ്കര സന്തോഷമായിരുന്നു ഡബ്ബിങ്ങിനൊക്കെ. അപ്പോൾ അതൊക്കെ എന്നെ വളരെയധികം ഒരു സംതൃപ്തി എനിക്ക് ഉണ്ടാക്കിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വള്ളുവനാടൻ ഭാഷ സംസാരിക്കുന്ന നല്ലൊരു തറവാടിന്റെ ഒരു കഥയൊക്കെ പറയുവാണെങ്കിൽ മനസ്സിലേക്ക് അമ്മ റോളിലേക്ക് വേറെ ആരെയും ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയല്ലേ. അമ്മ ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് റോളും ഇല്ല. ഇപ്പൊ അമ്മ വേഷങ്ങൾ ഇല്ല എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. എനിക്കൊന്ന് സിനിമയിൽ വീണ്ടും അമ്മ വേഷങ്ങൾ കുറച്ചും കൂടെ അന്ന് വന്നു തുടങ്ങി. അമ്മയും പെങ്ങന്മാരൊക്കെ വീണ്ടും അപ്പോഴേക്കും പണ്ടത്തെ ചെറുപ്പക്കാരൊക്കെ അമ്മമാരായില്ലേ. പിന്നെ ഞാൻ എന്തിനാ ഈ മുത്തശ്ശി വേഷം കിട്ടിയാലും ചെയ്യാലോ. അപ്പോൾ അതേമാതിരി തന്നെ ഫഹദിന്റെ കൂടെ ചെയ്തത് അതെനിക്ക്. പിന്നെ ചാക്കോച്ചന്റെ ഞങ്ങളിപ്പോ ഈ ലിസ്റ്റ് ഒക്കെ എല്ലാവരും എന്റെ അടുത്ത് വന്ന് ചെറിയ ചെറുപ്പക്കാരായ നായകന്മാരുടെ ഒക്കെ അമ്മയാണല്ലേ എന്നൊക്കെ ചോദിച്ചത്. നല്ല കാലമായിരുന്നു എനിക്കത്. സുന്ദരന്മാരായ നായകന്മാരുടെ സുന്ദരിയായിട്ടുള്ള അമ്മ അങ്ങനെ വേണമെങ്കിൽ പറയാലോ. അങ്ങനെ നല്ല രസമായിരുന്നു കുട്ടികളോടൊക്കെ. എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽ എപ്പോഴും ഉണ്ടാകും. കുട്ടികൾ വിനു മോഹൻ മിഞ്ഞാന്ന് വിളിച്ചത് എൻ്റെ അമ്മയല്ലേ ഓർമ്മ ഉണ്ടോ മകനെ, ഞാൻ പറഞ്ഞു ഞാൻ എന്നെ മക്കളെ മറക്കുക. അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറേ നല്ല ചെയ്തൊക്കെ നല്ല പടങ്ങളിലാണ് ചെയ്തത്. അതെ, നല്ല സിനിമകൾ. ഈ സിനിമകൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. അത് ആദ്യം തൊട്ടേ ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ കേരളത്തിൽ വന്ന് നിൽക്കാത്തത് കൊണ്ട് ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ട്? അത് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നല്ല, എനിക്ക് അറിയില്ല അത് എന്തിനാ അങ്ങനെ. എനിക്ക് തോന്നുന്നല്ല, വിളിക്കുന്നവർക്ക് തോന്നുകയാണ്. അതെനിക്ക് മനസ്സിലാൻ പറ്റില്ല. 8 മണിക്കൂർ കൂടി വേണ്ട ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്താൻ. ഞാൻ എപ്പോഴും അതിനെ പറ്റി ആലോചിക്കും. ഞാൻ അത്ര സീരിയൽ ചെയ്തു. എല്ലാ പ്രാവശ്യവും ഞാൻ തിരുവനന്തപുരത്ത് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കറിയില്ല എന്താന്ന്. കാരണം ബാംഗ്ലൂരിൽ നിന്ന് മദ്രാസിൽ നിന്നൊക്കെ നമുക്ക് എത്രയോ ആർട്ടിസ്റ്റ് വന്ന് ചെയ്തു പോകണില്ലേ. പിന്നെ കുറേ കഴിയുമ്പോൾ എല്ലാവരും ഇവിടെ എന്നോട് പറഞ്ഞു ശ്രീദേവി അവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും വിളിക്കായിരുന്നു
എന്ന് പറഞ്ഞു. അല്ല എപ്പോഴും സിനിമ ഉണ്ടെങ്കിലല്ലേ വിളിക്കാൻ പറ്റൂ അല്ലേ? ഞാൻ ചോദിച്ചാൽ അതൊന്നുമല്ല. ഇതെന്താ അറിയോ, ഇതൊരു ഭാഗ്യമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സിനിമയുടെ ഡിസ്കഷനൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് അവരുടെ മനസ്സിൽ നമ്മളെ ഓർമ്മ വരണം. കാരണം ദർ ആർ സോ മെനി ആർട്ടിസ്റ്റ് അല്ലേ? അപ്പം ഇന്ന ആൾ വരണപ്പോൾ മനസ്സിൽ പെട്ടെന്ന് വരുമ്പോഴല്ലേ. ഇതന്നെ കുറേ പേരെ അവർ ഡിസ്കസ് ചെയ്തിരുന്നില്ല. നീലത്താമരയിൽ പലരെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്നെ മാത്രമൊന്നും അല്ലല്ലോ. അപ്പോഴല്ലേ അവർ പറഞ്ഞാൽ ഇന്ന ആൾ നമുക്ക് വിളിക്കാം. അപ്പം എൻ്റെ മുഖം അവിടെ മനസ്സിൽ ഓർമ്മ വരണ്ടേ, അത് നമ്മുടെ ഭാഗ്യം. അതെ. എന്നോട് അതേമാതിരി ഏതോ 2 പടത്തൊക്കെ ഞാൻ ആരോ ചോദിച്ചു, ഓ ശ്രീദേവി ഒക്കെ അത് ചെയ്ത് അത്ര അസലായിരുന്നു ഒക്കെ. ഞാൻ പറഞ്ഞ അപ്പോൾ ഞാൻ വിട്ടു, അതല്ലേ എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് ആ സിനിമക്ക് എൻ്റെ ചേച്ചി ഓർമ്മ വന്നില്ല കേട്ടോ, ശരിക്കും ചേച്ചി വിളിച്ചാൽ മതിയായിരുന്നു എന്നോട്. ഞാൻ പറഞ്ഞത് ഓരോരുത്തരും ഭാഗ്യമാണ്. അത് കുറേയൊക്കെ ഭാഗ്യം തന്നെ വേണം. പിന്നെ വിസിബിലിറ്റി എപ്പോഴും ഞാനിങ്ങനെ മലയാളം മീഡിയയിലും ഇല്ലല്ലോ അധികം, ഇടയ്ക്കിടയ്ക്കല്ലേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ നമ്മളൊക്കെ തെരഞ്ഞ് പിടിച്ച് വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു ക്യാരക്ടറും അവർക്ക് തോന്നണം. പണ്ട് ഞാൻ ഇന്നസെന്റിനോട് പറഞ്ഞ ഞാൻ എന്താ പെണ്ണെ എങ്ങനെ എപ്പോഴും സിനിമയ്ക്കൊന്നും വിളിക്കാത്തത്. ഞാൻ തമാശ അറിയാം. ഇന്നസെന്റും വേണു 2 പേരും ഉണ്ടായിരുന്നു. ഞാൻ ഇതിന് ഓർഡിനറി സമയത്ത് ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വർത്താനം പറയാം. അപ്പം ഞങ്ങൾ പണ്ട് മോഹൻലാൽ നൈറ്റിനൊക്കെ ഞങ്ങളല്ലേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. മോളെയും വലിയ കാര്യമായിരുന്നു. വേണുവിനൊക്കെ നന്നായിട്ട് അറിയില്ല. ഞാൻ വേണുവിൻ്റെ കൂടെ അല്ലേ അഭിനയിച്ചത്. അപ്പം വേണു ലാസ്റ്റ് പുഴു അഭിനയിച്ചു വേണുവിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ വേണു എപ്പോഴും പറയാം, ചേച്ചി നല്ല ഇതാണ് ഇപ്പോൾ, ഒരു അമ്മ മുത്തശ്ശിയൊക്കെ വേണ്ട ഒരു കാലമാണ് ഇപ്പോൾ നമ്മുടെ ഇതിലെന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മുടെ പിന്നെ എന്തെന്നെ എല്ലാവർക്കും എങ്ങനെ കഥാപാത്രം തരാണ്, കഥാപാത്രം തരണമെങ്കിൽ ഇങ്ങനെ ഒരു തിരുമോന്ത വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ മുഖം അനുസരിച്ചിട്ട് ഇതല്ലേ, അല്ലാണ്ട് വല്ല ചേരിയിലൊക്കെ കൊണ്ടിടാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അസലായിട്ട് അഭിനയിച്ചു തരാം, നിങ്ങളൊന്ന് ഇട്ട് നോക്കന്നെ ഞാൻ പറഞ്ഞു. ഏത് ചേരിപ്പോരെ എനിക്ക് എൻ്റെ എനിക്കറിയാം, എനിക്ക് ഐ എം വെരി കോൺഫിഡന്റ് ആയി. ഞാൻ തന്നെ പറഞ്ഞില്ലേ, അതായത് വള്ളുവനാടൻ ഭാഷ സംസാരിക്കുന്ന ഒരു ടൈപ്പ് കാസ്റ്റ് അത് തന്നെ. പക്ഷെ അന്നത്തെ കാലത്ത് അതെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഞാനും എൻജോയ് ചെയ്തിരുന്നു, കംഫർട്ടബിൾ ആണ്. പക്ഷെ എനിക്ക് കുറേ ഒരേമാതിരി, എനിക്ക് ഓരോ മൊണോട്ടണസ് ആയിട്ട് തോന്നുക, ഒരേമാതിരി എല്ലാത്തിലും. മലയാള സിനിമ കണ്ട അപ്പം മുണ്ട് വേഷ്ടി കുറച്ച് തറച്ചും മുടിയും അതായിട്ട് ഇങ്ങനെ ഒരമ്മ, അങ്ങനെയാണ് എല്ലാവർക്കും എന്നെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ആ ക്യാരക്ടർ കുറവല്ലേ, അങ്ങനത്തെ മാറിയില്ലേ തറവാടുകളും അല്ലെങ്കിൽ. പക്ഷെ ഞാൻ മറ്റേ ഇതിൽ ചെയ്തില്ലേ, വൈറസിൽ എന്ത് ഇഷ്ടമായിരുന്നു എനിക്കത്. ഒറ്റ സീൻ 2 സീനേ ഉള്ളൂ വൈറസിൽ, ബാസിയുടെ അമ്മയായിട്ട്. അതേമാതിരി സത്യനാന്തിക്കാടിൻ്റെ അതിൽ മമതയുടെ കൂടെ ഉള്ള അതിൽ അതൊന്നും വള്ളുവനാടനൊന്നും അല്ലല്ലോ. അല്ല, അത് മാറി. അതൊരു ഈ പറഞ്ഞ പോലെ ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളത് വളരെ സീരിയസ് ആയിട്ട് കരിയർ എടുക്കുന്ന സമയത്ത് 5 സിനിമ നമുക്ക് ഒരേ സ്റ്റൈലിൽ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമാണ്. പക്ഷെ 6ാമത്തെ സിനിമ മുതൽ നമുക്ക് വെറൈറ്റി ചെയ്യണം എന്നുള്ളൊരു വല്ലാത്തൊരു ആഗ്രഹം വരും അല്ലേ? അല്ല ഞാൻ അങ്ങനെ ആഗ്രഹിക്കാമെന്നല്ല, എൻ്റെ വിശ്വാസത്തിൽ പറഞ്ഞ മാതിരി എന്നെ വിളിക്കണമെന്ന് എനിക്ക് തലയിൽ എഴുത്തുണ്ടെങ്കിൽ എന്നെ വിളിക്കാതിരിക്കുമോ? അങ്ങനെയല്ല എന്നെ വിളിച്ചിരിക്കണം ഇതുവരെ. പിന്നെ എനിക്ക് അങ്ങോട്ട് ഓർമ്മിപ്പിക്കാനൊന്നും അറിയൂല. ചെറുപ്പകാലത്തിൽ ആഗ്രഹിച്ചു, ആഗ്രഹം കൊണ്ട് നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ മകളിലൂടെ അത് സാധിച്ചു എങ്കിൽ പോലും അമ്മ ഇതിലേക്ക് വരേണ്ടതാണ് എന്ന് ഡെസ്റ്റിൻഡ് ആയിരുന്നു. അതെ, നമ്മുടെ ഡെസ്റ്റിനി അതല്ലേ പറഞ്ഞത് മോള് പറഞ്ഞ. അത് ഞാൻ ഒരു 10-35 പടം ചെയ്തില്ലേ, എന്തായാലും 35 തോന്നുന്നു ഒക്കെ ഉണ്ട്. പടങ്ങളൊക്കെ ഞാൻ ചെയ്തു സന്തോഷത്തിന് വേണ്ടിയിട്ട്. പിന്നെ പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ കേരളത്തിലല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ കേരളത്തിൽ അറ്റ്മോസ്ഫിയർ കുറേ വ്യത്യാസമുണ്ടേ, ഭയങ്കര ആക്റ്റീവാണ് നമ്മൾ അവിടെ. ഇപ്പം നിങ്ങൾക്ക് ഇന്നിപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഇന്റർവ്യൂ ഞാൻ അവിടെ വരുന്നോണ്ടല്ലേ വിളിക്കാൻ പറ്റി. അതെ, എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ അമ്മയുടെ മീറ്റിങ്ങിന് എല്ലാ വർഷവും കൃത്യമായിട്ട് എത്താറുണ്ടല്ലോ. അതിന് ഇതേമാതിരി അന്ന് ഞാനൊരു പടം ചെയ്യുന്ന സമയത്ത് മൈസൂർ ഷൂട്ട് ചെയ്യായിരുന്നു. ഇന്നസെൻറ്റും മറ്റേ ഇവരൊക്കെ എൻ്റെ താഴെ കേട്ടോ പ്രായം, അതവരൊക്കെ പേര് പറയണേ. അപ്പോൾ വേണുവും ഇന്നസെൻറ്റും എന്നപ്പോൾ പറഞ്ഞു, അല്ല നമുക്ക് ചേച്ചീൻ്റെ അന്ന് അമ്മയിൽ ചേർത്തണ്ടേ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ചേർന്നോളൂ ചേച്ചി, ഇപ്പം തന്നെ ഞാൻ നല്ല ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും കാണുകയും ചെയ്യാം. കൊല്ലത്തിലൊരുതുണ്ട്, പിന്നെ കുറേ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും, ഒക്കെ നല്ലതാണ്. നമ്മൾ നന്നാക്കി കൊണ്ടുവരാൻ പോവാണ് അമ്മ
എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അപ്പം തന്നെ ലൈഫ് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഫോൺ ചെയ്ത് ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും എനിക്ക് എല്ലാ ആപ്ലിക്കേഷൻ ഫോംസും പോസ്റ്റലായിട്ട് വന്ന് അവരാണ് എന്നെ ഇതിൽ കൊണ്ട് ചേർത്ത്. അന്ന് മുതൽക്ക് ഞാൻ വരണം, എല്ലാ കൊല്ലം ഞാൻ ഇതിനായിട്ട് മെനക്കെട്ട് വരും. കാരണം അന്നത്തെ ദിവസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തമ്മിൽ കാണാൻ പറ്റുന്നത്. പുതിയ ആർട്ടിസ്റ്റിനൊക്കെ എത്ര കണ്ടു, പുതിയ കുട്ടികൾ കുറെ വരുന്നവരും പഴയുള്ള ആൾക്കാരും. പക്ഷെ പഴയ പലരും പോയി, എല്ലാവരും പോയി, ഒരുപാട് പേര്. പിന്നെ പലരും ലളിതയോ എല്ലാവരും ഉണ്ടാവാറില്ല, KPSC ഒക്കെ എല്ലാവരും മരിച്ചില്ലേ, കുറേ പേര് പോയില്ലേ. അപ്പം അതാണ് ഞാൻ 2 മാസം മുമ്പേ ടിക്കറ്റ് റെഡിയാക്കി വെക്കും. മിസ് ചെയ്യാൻ പാടില്ല ഒരു രീതിയിലും അല്ലേ. അതെ, എനിക്ക് വേറൊരു കാര്യമുണ്ട്. അതൊക്കെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ട് മെഡിക്കൽ തന്നിട്ട് അവൻ ഇത് കഴിഞ്ഞു. അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ പ്രൊസീജിയർ, കണ്ണിന്റെ ജൂൺ 30 കഴിഞ്ഞിട്ട് ചെയ്യാം എന്ത് കാര്യം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് സീരിയൽ ഓഫറുകൾ ഇഷ്ടം പോലെ വരണം ചെയ്യാൻ. എന്തോ റെഗുലറായിട്ട് ഇപ്പൊ ചെയ്തിട്ടാവും. ഒന്ന് സൂര്യയിൽ ചെയ്തല്ലോ, അപ്പൊ അത് അവരുടെ പ്രോജക്റ്റ് നിർത്തി. എനിക്കും കുറച്ച് തിരുവനന്തപുരം പോവാം, പക്ഷെ എറണാകുളത്തൊന്നും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഈ ഒരു മാസം കഴിഞ്ഞിട്ട് ഇനി നോക്കാം. ചെയ്യാൻ എനിക്കിഷ്ടമാണ്, അഭിനയം എനിക്കിഷ്ടമാണല്ലോ. ഇഷ്ടം കൂടുതൽ സിനിമയാണ്. പിന്നെ എന്റെ ഈ മോഹം സഹിക്കാൻ വയ്യാണ്ട് ഞാനൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കി, ഒരു പാട്ടുണ്ടാക്കി, ഒരു ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തു ഷോർട്ട് ഫിലിം. സ്റ്റോറി എൻ്റെ അത് ചെയ്ത ഇനി 3-4 സ്ക്രിപ്റ്റ് റെഡി, ഞാൻ ചെയ്യും. ഫീച്ചർ ഫിലിമിന്റെ വരെ ഇരിക്കുന്നുണ്ടെണ്ണ. പക്ഷെ അതിന് ധൈര്യമില്ല വെച്ചാല് അതിനങ്ങോട്ട് ശ്രദ്ധ ചെയ്യും ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം. നല്ല ഐറ്റം, നല്ലൊരു സ്ക്രിപ്റ്റാണ്. കുറച്ച് പണ്ട് ഞാൻ BBC വേണ്ടിയിട്ട് എഴുതി വെച്ച് ആലോചിച്ച് നോക്കണം. ആ കാലത്ത് മനുഷ്യ പോയ ആ സമയത്ത് എഴുതിയിട്ടുള്ളതാട്ടോ. അന്ന് ഫിക്ഷൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഫിക്ഷനും അല്ല അത്. അതെ, നമ്മളെ ഒരു ഒരുപാട് നേറ്റിവിറ്റി ഒക്കെ ഉള്ള കൾച്ചർ ഓറിയന്റഡ് എന്നാൽ സ്ട്രോങ് ആയിട്ടൊരു കഥയുള്ള സസ്പെൻസ് ഉള്ള ഒരു. അപ്പൊ അത്രയും വർഷം മുന്നേ എഴുതി വെച്ചതാ. അത് എഴുതിയിട്ട് ഞാൻ വിചാരിച്ചു അത് കണ്ടംപററി ആയിട്ട് തന്നെ വരും, അതിപ്പോഴും റെലവെന്റ്. അല്ല പിന്നെ നമ്മൾ ചിലതൊക്കെ മറന്നു കിടന്നത് വീണ്ടും പുതുമയിലൊന്ന് സ്ക്രീനിൽ വരുമ്പോൾ അതിന് പലർക്കും മനസ്സിലാക്കാൻ പറ്റണം. വെറും ഒരു എന്റർടൈനർ എന്നുള്ള ലെവല് അല്ല, ഒരു മോർ കൾച്ചർ ഓറിയന്റഡ് അങ്ങനെ ഒന്ന്. പിന്നെ ഒന്ന് വേറെ അത് പെട്ടെന്നാണ് വരുന്നത്. അതൊക്കെ എഴുതി വെക്കണൊക്കെ ഉണ്ട്, എഴുതി വെക്കാൻ എനിക്കിഷ്ടം. ആർട്ടിക്കിളൊക്കെ എഴുതുന്നു പണ്ട് കുറെ ഇതിലേക്കൊക്കെ. ഓരോരുത്തർ ചോദിക്കുമല്ലോ, മലയാളീസിന്റെ ഒക്കെ ഒരു ആർട്ടിക്കിളൊക്കെ എഴുതാറുണ്ട്. പിന്നെ അത്യാവശ്യം കുഞ്ഞു കവിതയൊക്കെ എഴുതി, മനുഷ്യ പറ്റിയൊക്കെ കവിത എഴുതി വെച്ചിട്ടുണ്ട്. അമ്മ അങ്ങനെയൊക്കെ ചെറിയത് മനസ്സിൽ വരുമ്പോൾ, എനിക്ക് വല്ലാണ്ട് സങ്കടം വരുമ്പോൾ ഞാൻ ഇരുന്ന് ഇതാണ് പരിപാടി, എഴുതും. അവിടെ മോളെ പറ്റിയാലും ഒക്കെ ഞാൻ. ആ ബുക്കാണോ അതിൽ എല്ലാം വരുന്നത്? ബയോപിക്കും ബയോഗ്രഫി മാതിരിയാണോ? അത് മുഴുവനാക്കണം, അവളുടെ തന്നെ ബയോഗ്രഫി ആയിട്ട് തന്നെയാണോ ചെയ്തിരിക്കുന്നത്? എല്ലാം ഫുൾ, ജനനം മുതൽ സിനിമ എല്ലാം ലാസ്റ്റ് വരെ. എപ്പോഴത്തേക്കും പ്രതീക്ഷിക്കാം? ഇനി എത്ര ജനുവരിയിലാണ് ഞാൻ വേഗം. മോനിഷയുടെ ബർത്ത്ഡേ ആണ് എൻ്റെ വിചാരം. നടക്കും, അപ്പോഴേക്കും നടത്തും ഞാനത്. കാരണം അതുവരെ എൻ്റെ ബുക്ക് എഴുതുന്നത് തന്നെ ഒരു പുസ്തകമാക്കാൻ മാത്രം ഉണ്ട് അനുഭവം. ഇത്ര വർഷങ്ങളായി തുടങ്ങിയിട്ട് ഇപ്പത്തൊന്നായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായില്ല. ചോക്കാവും, പിന്നെ നിർത്തും. ചോക്കാവും ഞാൻ, അപ്പം നിർത്തും. അങ്ങനെ ബ്ലോക്കിംഗ് അല്ല, ചോക്കിങ്. അതൊക്കെ അങ്ങനെ ഉണ്ടാവും നമ്മൾ ഓരോരോ ലൈഫിലല്ലേ. റീസെന്റ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായത് ഒരു നർത്തകി അല്ലെങ്കിൽ നർത്തകൻ ഇങ്ങനെ വേണം, രൂപം കൊണ്ട് ഇങ്ങനെ വേണം, ആകാരം കൊണ്ട് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞൊരു വിഷയമാണ്. അതിനെപ്പറ്റി ഞാൻ ചോദിക്കാതിരിക്കുന്ന മോശമാണ്. കാരണം അമ്മ ഒരു നർത്തകിയാണ്, ഗുരുവാണ്, നൃത്തത്തെ ഉപാസിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് അമ്മയുടെ അഭിപ്രായം എന്താണ്? കാലം മാറുമ്പോൾ എല്ലാം മാറണം. ഒന്നാമത് നമ്മൾ പണ്ട് നമ്മൾ ചോദിക്കല്ലേ, നമ്മുടെ പുരാണ കഥാപാത്രങ്ങളിൽ തന്നെ അതായത് ഈ ഒരു വ്യത്യാസം പണ്ട് കണ്ടിട്ടില്ലല്ലോ അല്ലേ. പണ്ടത്തെ ഒരു ജന്മിത്വത്തിൽ അതുണ്ടായിരുന്നില്ലേ, അതൊന്നും പണ്ടത്തെ കാലത്ത്. പക്ഷെ അതൊക്കെ നമ്മൾ ഇവോൾവ് ചെയ്ത് വന്നതല്ലേ. ഇപ്പോൾ ഇതൊരു വൈഡ് വേൾഡ്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു
ഇത് പാടില്ല. നമ്മൾ കല അതാണ് എടുക്കേണ്ടത്. വളരെ നാരോ മൈൻഡഡ് ആയിട്ട് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലല്ലോ. എനിക്ക് തോന്നുന്നത് അത് കുറേയൊക്കെ ചിലത് മനസ്സിലിങ്ങനെയൊക്കെ പലർക്കും തോന്നുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു, ഇല്ല ഞാൻ പറയില്ല. അതൊക്കെ ഉണ്ട്, പണ്ട് നല്ലോണം ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഫാമിലികളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരേ ഫാമിലിയിൽ തന്നെ ഒരുപാട് നല്ല എന്താ പറയുക വെളുത്തു ചുമന്ന് കുറേ ആൾക്കാരെയും കാണാം. അതേ ഫാമിലിയിൽ തന്നെ വളരെ ഡാർക്കായിട്ടുള്ള ആൾക്കാരെയും കാണാം. പക്ഷെ നമ്മൾ അപ്പോൾ അങ്ങനെ എനിക്കറിയാം, നമ്മുടെയൊക്കെ ഈ ഞങ്ങളുടെയൊക്കെ ഫാമിലിയിൽ തന്നെ ഞാൻ പറയണം. അപ്പം തന്നെ മുത്തശ്ശിമാരൊക്കെ ഉള്ളപ്പോൾ മുത്തശ്ശി വർത്തമാനം എന്നാണ് പറയുക, അതിൻ്റെ ഇടയിൽ പെട്ടിട്ട് പറയണത്. അത് പണ്ടുണ്ടായിരുന്നു, പണ്ട് മുതൽക്ക് ഉണ്ടായിരുന്നു അത്. പക്ഷെ അതൊക്കെ നമ്മൾ ഇവോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞു. ഈ കാലം അതിനുള്ളതല്ല. അത് പണ്ടത്തെ എല്ലാ സമ്പ്രദായമാണോ നമ്മളിപ്പോൾ കൊണ്ടെടുക്കണത്? അല്ലല്ലോ. അപ്പോൾ കാലം മാറുമ്പോൾ കഥ മാറണം, നമ്മൾ ഇവോൾവ് ചെയ്യണം, നമ്മുടെ മനസ്സ് വളരണം. അതിപ്പോൾ എനിക്ക് പറയാം, ഞാൻ അത് അധികം പറയണ്ട വെച്ചാൽ ശരിക്കുള്ള കലാകാരന്മാരാരാ? ജന്മികൾ മാത്രമൊന്നുമല്ല, ശരിക്കുള്ള കലാകാരന്മാർ. ഞങ്ങളുടെ അവിടെയൊക്കെ പണ്ടൊക്കെ ഞാൻ കുട്ടിക്കാലത്തൊക്കെ നിൽക്കുമ്പോഴേ, അവിടെ പയങ്കുളത്തൊക്കെ പോകുമ്പോഴേ, അവിടെയൊക്കെ വന്ന കുറേ എന്തോ ഒരു കലാകാരന്മാരായി ആദിവാസിമാരന്മാർ. അവരാണ് ശരിക്കുള്ള കലാകാരന്മാരുണ്ടായത്. അവിടെ നിന്നാണല്ലോ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട് എന്നല്ലേ ക്ലാസിക്കൽ ഉണ്ടായിരിക്കണേ? അതെ, ക്ലാസിക്കൽ ഡാൻസ് നമ്മൾ അത് ഇവോൾവ് ചെയ്തതല്ലേ. അപ്പം നമ്മളെല്ലാവരും ഇവോൾവ് ചെയ്യണ്ടേ? അങ്ങനെ പറയാൻ പാടില്ല. എന്തായാലും അതൊരു അങ്ങനത്തെ ഒരു ഡിഫറൻസിയേഷൻ ഒരിക്കലും പറയരുത്. അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകും. അല്ല, നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോവുകയാണെങ്കിൽ പോലും ഒരു കുഞ്ഞ്, ഇപ്പം ഇദ്ദേഹം ഒരു വലിയ കലാകാരനെ പറ്റിയാണ് പറഞ്ഞത്, പക്ഷെ ഒരു കുഞ്ഞിനോട് ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വളർന്നു വരുമ്പോൾ എത്രത്തോളം ഇൻസെക്യൂരിറ്റിയോട് കൂടിയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ കേട്ട് വളർന്ന പലരും തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും. ഈ ആവശ്യമില്ലാതെയുള്ള ഡിസ്ക്രിമിനേഷൻ, ഞാൻ കുറവാണ്, ഞാൻ കൂടുതലാണ് എന്നുള്ളൊരു തോന്നല് നല്ലോണം വലിയ സങ്കടമാണത്. അത് വളരെ ദുഃഖമാണ് നമ്മളങ്ങനെ പറയണത്. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ അനുഭവം അത് ഉണ്ടായിട്ടുണ്ട്. അത് ഞാനിപ്പോൾ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം ഇത്ര നേരം നമ്മൾ പറഞ്ഞ അത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. ആ കമ്പാരിസൺ അത് ഇപ്പോഴാണ് ഇത് സബ്ജക്റ്റായിട്ട് മാറിയത്. ഞാനതെൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പം എന്തൊരു സങ്കടം അറിയോ? എത്ര അമ്മ മക്കൾ തമ്മിലുണ്ടായിട്ടുണ്ട് ഈ വിഷമങ്ങൾ. ഉണ്ട്, അമ്മമാരുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ട് മക്കൾ വിഷമിച്ച് ജീവിക്കുന്ന എനിക്ക് പേഴ്സണലി പരിചയമുള്ളവർ. എൻ്റെ മകളെക്കാൾ സുന്ദരിയായിട്ട് അമ്മയാണെങ്കിൽ അല്ലെങ്കിൽ ഉടനെ ഇവർ മറ്റുള്ളവരാ പറയണത് കമ്പാരിസൺ. എനിക്ക് എപ്പോഴും പറയും, ഞാൻ കുഞ്ഞിലെ മുതൽ കേട്ടിരുന്നതാണ്, പക്ഷെ അത് ഇൻസെക്യൂർ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അമ്മയ്ക്ക് നിറച്ചു മുടി ഉണ്ടായിരുന്നു, അമ്മയുടെ മുടിയും അമ്മയുടെ നിറവും കിട്ടിയിട്ടില്ല എന്നുള്ള സംഭവത്തിലാണ് ഞാൻ കേട്ട് വളർന്നിരിക്കുന്നത്. അതാണ് പറഞ്ഞത്. ഇത് എക്സാക്ട്ലി ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് വലിയ ദുഃഖമാണത്. അതൊരു ഡാൻസ് ക്ലാസ്സിൽ വരെ ചെറിയ കുട്ടിയെ മോനിഷയൊക്കെ പോണ ആ ക്ലാസ്സിൽ വരെ ഉണ്ടായിട്ടുണ്ട്. അവർ ടീച്ചർ മകളും നല്ല നിറ, മറ്റേ ഇതെന്താ കുട്ടി ഇങ്ങനെ കറുത്തിരിക്കുന്നത്? എൻ്റെ മോള് കണ്ടില്ലേ എന്തൊരു നിറ, എന്തൊരു സങ്കടം ആലോചിച്ച് നോക്കൂ. സത്യം. മാറ്റി എവിടുന്ന് കുട്ടീനെ ടീച്ചറെ അടുത്തുനിന്ന്. അതാ ഒരു എന്ത് പറയുക ഇതൊക്കെ ശരിക്കും അനുഭവത്തിലുള്ളതാണ്. ഞാൻ അങ്ങനെ കുറേ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ തന്നെ ഉള്ളത് തന്നെ. ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഈ ഒരു സംഭവം അവർ പറഞ്ഞ രീതി കൂടി കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി വല്ലാണ്ട്. പാവം, എന്തിനാ അങ്ങനെ പറഞ്ഞു പോയതാണോ എന്ന് തോന്നിപ്പോയി. പിന്നെ പോയതല്ല എന്നുള്ളത് പിന്നീട് പ്രൂവ് ആയല്ലോ. കഴിഞ്ഞു. ആ വിഷയത്തിനെ പറ്റി ഞാൻ ചോദിച്ചു ഒരു ഗുരു എന്നുള്ള രീതിയിൽ അല്ല, നമ്മൾ ഇവോൾവ് ചെയ്യണം. നമ്മൾ കല ആണായാലും പെണ്ണായാലും അവരുടെ എന്ത് ജെൻഡർ എന്തായാലും കംപ്ലക്ഷൻ എന്തായാലും നമ്മൾ ആ കലയൊന്ന് ഇതാക്കണം. അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ നമ്മൾ മൈൻഡിനെ മൊത്തത്തിൽ ഓപ്പൺ ആയിട്ട് വേണം കലയെ ആവാഹിച്ചെടുക്കാൻ. അതിനെന്താ അത്ര പ്രയാസം? അതെ, അതെന്താ ഇത്ര പ്രയാസം? ശരിക്കുള്ള കല ആസ്വദിക്കുന്നവര് ശരിക്കും നന്നായിട്ട് ചെയ്യുന്ന ഒരു കല ഇല്ലാണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെയുള്ള പിന്നെ അങ്ങനെയല്ലേ വിചാരിക്കേണ്ടു. വൈ ഡോണ്ട് യു ആക്സെപ്റ്റ് ദാറ്റ്? അയ്യോ നല്ല കലാകാരൻ, നല്ല കലാകാരി, അതല്ലേ? അങ്ങനെയാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. OUL
ദ കെന്ന ഷോ. മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ പുതിയതായിട്ട് ഒരു ഷോയും കൂടെ നമ്മൾ തുടങ്ങുകയാണ്, ദ കെന്ന ഷോ. നിങ്ങളെ കൂടെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമായി കെന്ന ഷോ. കാത്തിരിക്കാം കാഴ്ചയുടെ കൗതുകം ഉണരും വരെ.